നമുക്കേറെ പ്രിയങ്കരിയായ സുബി സുരേഷ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഏറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സുബി സുരേഷ്. ശരിക്കും നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് ഒരു മാലാഖ വന്ന പോലൊരു പ്രതീതിയില്ലേ? വിദേശ മാലാഖ. വിദേശ മാലാഖ അല്ല, മാലാഖ ഇന്ത്യൻ ഇല്ലെന്ന് തോന്നുന്നല്ലേ? മാലാഖമാര് ഒരു ഇന്നസെന്റ് ഉണ്ടല്ലോ ഇതിനെ കുറിച്ചൊക്കെ അറിവ്. മാലാഖമാര് ഏത് രാജ്യക്കാരാണ്? അവര് ഈ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാ മാലാഖമാരും അവിടുന്ന് വരുന്നത്. ആലീസ് മാലാഖ, പിന്നെ ഈ എറണാകുളം ഭാഗത്ത് ഇങ്ങനെ സുബി മാലാഖയുണ്ട്. അവരാണ് ഇവിടെ വന്നേക്കുന്നത്. സുബി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പ്രോഗ്രാമൊക്കെ കുറെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് തിരക്കുകൾ, വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ആയിട്ട് യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോകും. അതിന്റെ പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട് പരിപാടികളൊക്കെ. സുബിയും ഞാനും ഒക്കെ കുറെ വർഷങ്ങളായിട്ട് ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ സുബിയൊക്കെ ഡാൻസ് ചെയ്യും, ഡാൻസ് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ് ആയിട്ട് വേഷം മാറി വന്നിട്ട് അടുത്ത സ്കിറ്റിൽ പെർഫോം ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് പറഞ്ഞ സുബി അടുത്ത 2 പാട്ടുണ്ട് അതൊന്ന് ആങ്കർ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി സ്റ്റേജിൽ കയറി അത് ആങ്കർ ചെയ്യും. എന്ന് വേണ്ട എല്ലാ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യമെന്നില്ല, സ്റ്റേജിന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓൺ ടൈമിൽ ചെയ്യുന്ന ഒരാളാണ് സുബി. സുബിക്ക് ഒരു കുഴപ്പം മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. സുബിയെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 12 മണി പകൽ കഴിഞ്ഞേ വിളിക്കാവുള്ളൂ. സൂര്യോദയം കണ്ടിട്ടില്ല. ലോക്ക്ഡൌണിന്റെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോ 12 മണിക്ക് എന്താ എവിടെ ചോദിച്ചിട്ട് പറഞ്ഞു 12 മണി വരെ സുബി കിടന്ന് ഉറങ്ങുന്നുള്ളത്. ചിലപ്പോ 2 മണി വരെയൊക്കെ ആവുമായിരിക്കും. 2 മണി വരെയൊക്കെ പോകും. അത് എന്തോ എനിക്ക് അങ്ങനെ ശീലമായി. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനാണ്. പിന്നെ ചില രാജ്യങ്ങളിൽ വെച്ച് ഉറങ്ങിയത് കൊണ്ട് അത് ഞങ്ങള് എനിക്ക് അമേരിക്കയിൽ ഒരു പരിപാടിക്ക് പോയിട്ട് രാവിലെ 4 മണിക്ക് എങ്ങാണ്ട് അവിടെ നിന്ന് എണീറ്റ് എയർപോർട്ടിൽ പോകണം. സുബി വാതിലും കൂട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ട് ആരും എണീക്കുന്നില്ല. അവസാനം ഒരു കാര്യം ചെയ്ത്, നിങ്ങൾ ബാക്കി 12 പേരും പൊക്കോ, സുബി എണീക്കുകയാണെങ്കിൽ കൊണ്ടുവരാന്ന് 1-2 പേരെ അവിടെ ചട്ടം കെട്ടി നിർത്തിയിട്ട് താക്കോലൊക്കെ എടുത്ത് അവര് ഹോട്ടൽ തുറക്കുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറാറായപ്പം നൈറ്റ് ഇട്ടുകൊണ്ട് അമേരിക്ക എയർപോർട്ടിൽ കൊണ്ട് ഓടി വരിക. കാരണം ഒന്നൊരു സമയമില്ല, ഫ്ലൈറ്റ് വിടുന്നതിന് മുമ്പ് സുബിനെ കൂട്ടിക്കൊണ്ടുവരണം. മാത്രമല്ല സുബിയുടെ ഒരു കഥ കൂടിയുണ്ട്. സുബിയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാണ്. സുബിയുടെ അമ്മ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. സുബിയുടെ അമ്മയാണ് സുബിയുടെ മാനേജർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആള്. അപ്പോൾ സുബി ഒരിക്കൽ ഞാൻ ഏതോ ഒരു ഷോ, എനിക്കൊരു വലിയ കമ്മിറ്റിക്കാരുടെ ഷോ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇന്ന ഡേറ്റിനാണ് നിങ്ങളുടെ ഫുൾ ടീമിന്റെ ഷോ വേണം. അങ്ങനെ നമ്മളോട് എല്ലാവരും ഷോ വേണം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഈ ടീമിലുള്ളവരൊക്കെ ഒഴിവുണ്ടോ എന്ന് നമുക്ക് വിളിച്ചു ചോദിക്കണ്ടേ? എല്ലാവരും തിരക്കുള്ളവരായിരുന്നു. അപ്പോൾ ഞാൻ സുബിയുടെ അമ്മയെ വിളിച്ചപ്പം സുബി മലേഷ്യയിലാണ് ഏതോ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോയിട്ട്. അപ്പം സുബിയുടെ അമ്മ പറഞ്ഞു അവൾക്ക് അവിടെ നമ്പർ എനിക്കറിയില്ല, അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ ഈ ഡേറ്റിന്റെ കാര്യം ചോദിച്ചിട്ട് മോനോട് പറയാം. അപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഈ കമ്മിറ്റിക്കാർ എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി എല്ലാവരുടെയും കാര്യം അറിഞ്ഞു, ഡേറ്റ് കുഴപ്പമൊന്നുമില്ല. സുബിയുടെ അമ്മയെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സുബിയുടെ അമ്മയോട് സംസാരിച്ചു, പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചു. ഒരു 8-9 മണിയായപ്പോൾ ഈ കമ്മിറ്റിക്കാർ എന്നെ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, രമേശ്, ഞങ്ങളിപ്പം അർജന്റായിട്ടൊരു കമ്മിറ്റി പിന്നെയും കൂടി. അപ്പോൾ കമ്മിറ്റിയിലുള്ള എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ, പക്ഷെ സുബിയുടെ അമ്മ പോരാ, സുബി തന്നെ വേണമെന്ന്. ഞാൻ സുബിയുടെ അമ്മയോട് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരോർത്ത് ഞാൻ സുബിയുടെ അമ്മയെ കൊണ്ട് പ്രോഗ്രാമിന് പോകാൻ പോണെയാണ്. സുബി തമിഴ് ലേസ എന്നൊക്കെ പറയുന്ന വലിയ തമിഴ് പടത്തിലൊക്കെ ഉള്ള ആളാട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? തൃഷയുടെ ഫസ്റ്റ് മൂവിയായിരുന്നു. തൃഷയുടെ ആദ്യത്തെ പടത്തിൽ തൃഷയുടെ കൂട്ടുകാരത്തിയ സുബി. അത് വേറെ കാര്യം, ചില്ലറക്കാരിയല്ല. അന്നിടക്ക് തൃഷയായിട്ട് മെസ്സേജ് വീഡിയോക്കെ ഉണ്ടായിരുന്നു ഇവര് തമ്മില്. ലേസ എന്നുള്ള സിനിമയിലെ ഹീറോ ആരാ? മാധവൻ. അല്ല, ഞാനും ഉണ്ടായിരുന്നില്ലേ. എന്നെ കാണുമ്പോ മൈൻഡ് ചെയ്യില്ല. മാധവനെ കാണുമ്പോ എന്നാ സൗഖ്യമാ, എനിക്കില്ലേ സൗഖ്യമൊക്കെ എന്നോട് ചോദിച്ചൂടെ? ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്.